യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 29-ാമത്തെ വചനം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമേൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. നട്ടുച്ച നേരത്ത് കിണറിൻ്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു, നാരി ഒരു പാത്രം ദാഹജലം നീ എനിക്കു നൽകൂ. അയ്യയ്യോ നീ ഒരു യൂതൻ, ഞാൻ ഇന്നൊരു സമരായെത്തി, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ, ഞാൻ കോരിയ വെള്ളം തൊട്ടാൽ തീണ്ടലില്ലേ. പ്രിയങ്കരനായ ആബേലച്ചൻ്റെ അനുഗ്രഹീതമായ പാട്ടാണ്. വളരെ വിസ്മയിപ്പിക്കുന്ന വരികളാണ് ഈ പാട്ടിലെ ഓരോ വാക്കുകളും. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത്. ഏറെ സമാനതകളുള്ള മറ്റൊരു രചനയാണ് കുമാരനാശാൻ്റെ ചണ്ടാല പിച്ചുകി. കുമാരനാശാൻ്റെ ചണ്ടാല പിച്ചുകി ബുദ്ധൻ്റെ ശിഷ്യനായ ആനന്ദനും ഒരു ചണ്ടാല യുവതിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരിക്കൽ ആനന്ദൻ ചണ്ടാല യുവതിയോട് വെള്ളം ചോദിച്ചു. ബ്രാഹ്മണനായ ഒരുത്തൻ മാതംഗ ജാതിയിലെ ഒരു താഴ്ന്നവളോട് വെള്ളം ചോദിക്കുകയാണോ? ആ യുവതി അമ്പരപ്പ് മാറാതെ നിൽക്കുകയാണ്. താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണെന്നും കുടിക്കാൻ വെള്ളം തന്നാൽ അത് പാപമാണെന്നും ആ യുവതി പറയുന്നുണ്ട്. മറുപടിയായി ആനന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ, ഭീതി വേണ്ട തരികതെനിക്കു നീ. ചണ്ടാല ഭിക്ഷുകിക്ക് വളരെ അടുത്ത സാദൃശ്യമുള്ളൊരു സംഭാഷണമാണ് യേശുവും ശമരിയ സ്ത്രീയും തമ്മിൽ നടത്തുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ സുപ്രധാനമായ പ്രാധാന്യം അർഹിക്കുന്നൊരു സ്ഥലമാണ് ശമരിയ. അസീറിയൻ സാമ്രാജ്യത്വം ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഇസ്രായേലിയക്കാർക്ക് അസീറിയക്കാരാൽ ഉണ്ടായ സങ്കരജാതി, സങ്കര വർഗമാണ് ശമരിയർ. ആ ശമരിയർ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ശമരിയ. മനശ്ശെ ഗോത്രത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട ഇടമാണ് ശമരിയ. ഒമ്രി മുതൽ ഹോശേ വരെയുള്ള 14 ദുഷ്ടരാജാക്കന്മാരുടെ വഴിപിഴച്ച ചരിത്രം പേറുന്ന ഇടമാണ് ശമരിയ. പുതിയ നിയമത്തിൽ ഫിലിപ്പോസ് യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ച ഇടമാണ് ശമരിയ. ഹേരോദാവിൻ്റെ പ്രിയപ്പെട്ട ആസ്ഥാനമാണ് ശമരിയ. മിശ്ര വിവാഹം, മിശ്ര ആരാധന, വിഗ്രഹ ആരാധന എന്നിവ ശീലമാക്കിയവരുടെ താവളമാണ് ശമരിയ. സ്വന്തമായൊരു തനിമയോ വ്യക്തിത്വമോ സ്വത്വമോ തീർത്തും നഷ്ടപ്പെട്ടവരുടെ ഇടമാണ് ശമരിയ. ജാതി വിദ്വേഷത്തിൻ്റെ, ദൈവശാസ്ത്ര തർക്കങ്ങളുടെ, അധിനിവേശങ്ങളുടെ, സംഘർഷങ്ങളുടെ, അയിത്വത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, തൊട്ടുകൂടായ്മയുടെ കേന്ദ്രമാണ് ശമരിയ എന്ന് പറയുന്നത്. ഈ ശമരിയ ദേശത്ത് നിന്ന് ചരിത്രത്തിൽ ഇടം പിടിച്ച 3 കഥാപാത്രങ്ങൾ പുതിയ നിയമം അവതരിപ്പിക്കുന്നുണ്ട്. 3 പേര്. നമ്പർ 1, ആക്രമിക്കപ്പെട്ട് വഴിയിൽ മുറിവേറ്റ് കിടന്ന ഒരു അപരിചിതനെ ഒരു പുരോഹിതനും ലേവ്യനും കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ തിരക്കിൻ്റെ നടുവിലും താഴേക്കിറങ്ങി സാന്ത്വനം പകർന്ന ശമരിയാക്കാരൻ. നാം അവനെ വിളിക്കുന്നത് ഗുഡ് സമരിറ്റൻ എന്നാണ്, നല്ല ശമരിയൻ. ഇംഗ്ലീഷ് ഭാഷാ പ്രയോഗത്തിൽ ഒരു ശൈലിയായി മാറിയ പദമാണ് ഗുഡ് സമരിറ്റൻ. രണ്ടാമത്തെ കഥാപാത്രം കുഷ്ഠം കൊണ്ട് കഷ്ടപ്പെട്ട 10 പുരുഷന്മാരെ ക്രിസ്തു പുരോഹിതന്മാരുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അവർ പോകയിൽ തന്നെ ശുദ്ധരായി മാറി എന്ന സുവിശേഷം വെളിപ്പെടുത്തുന്നു. സൗഖ്യം കിട്ടിയവരിൽ ഒരാള് മടങ്ങി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണു. നന്ദികേടിൻ്റെ പര്യായമായി 9 പേർ മടങ്ങി വരാതെ മറഞ്ഞുപോയപ്പോൾ മടങ്ങി വന്ന ഒരുവൻ ഒരു ശമര്യനായിരുന്നു എന്ന് സുവിശേഷം നമ്മോട് പറയുന്നു. സൗഖ്യം കിട്ടിയ, നന്ദി കാട്ടിയ ശമര്യൻ. നമ്പർ 3 ശമരിയയിലെ ഒരു സുവിശേഷകയാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഒരു സുവിശേഷകയായി പരിവർത്തനം ചെയ്യപ്പെട്ട ശമരിയ സ്ത്രീ.
യേശു നേർക്കുനേർ നടത്തിയ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച വ്യക്തിയാണ് ഈ ശമരിയ സ്ത്രീ. മറ്റാരോടും ക്രിസ്തു ഇത്രയും അധികം സമയം സംസാരിച്ചതായി നാം കാണുന്നില്ല. യോഹന്നാൻ സുവിശേഷകന്റെ എഴുത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വ്യക്തികളെയും സംഭവങ്ങളെയും സംഭാഷണങ്ങളെയും എല്ലാം അവതരിപ്പിക്കുമ്പോൾ വളരെ കണിശമായി കാച്ചിക്കുറുക്കി അളന്ന് തൂക്കിയാണ് യോഹന്നാൻ സുവിശേഷകൻ ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. എന്നിട്ടും യോഹന്നാൻ തൻ്റെ 4-ാം അധ്യായത്തിൽ 42 വചനങ്ങളാണ് ഈ ശമരിയ സ്ത്രീക്ക് വേണ്ടി മാത്രം മാറ്റി വച്ചത്. യേശുവും ശമരിയ സ്ത്രീയും തമ്മിൽ നടത്തുന്ന ദീർഘമായ സംഭാഷണത്തിൽ സുപ്രധാനമായ 5 ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്. 1, ജീവജലം, നിത്യജീവനെ പ്രതിഫലിപ്പിക്കുന്ന ജീവജലം. 2, മെശിഹ, ക്രിസ്തു വരുന്നു എന്നർത്ഥമാക്കുന്ന മെശിഹ. 3, ആരാധന. 4, നിത്യജീവന്റെ അനുഭവം പങ്കിടുന്ന കൊയ്ത്തും വിളവെടുപ്പും. 5, യേശു ലോക രക്ഷിതാവ്. ഇങ്ങനെ 5 ആത്മീയ വിചാരങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയിൽ ആരാധന എന്ന അനുഭവത്തെ കുറെ കൂടി ആഴമായി ഈ സംഭാഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ 5 വിഷയങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ ഈ ദീർഘ സംഭാഷണത്തിൽ നിന്ന് ആരാധന എന്നൊരു പദം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വേർതിരിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം. ആരാധന, 3 പാഠങ്ങൾ. 1, ആരാധന എന്നാൽ സ്വയം വിമർശിക്കപ്പെടേണ്ട അനുഭവമാണ് ആരാധന. വേർഷിപ്പ് ക്രിട്ടിസൈസസ് അവർ സെൽഫ്. സ്വയം വിമർശിക്കപ്പെടേണ്ട അനുഭവമാണ് ആരാധന. ഇവിടെ ശമരിയ സ്ത്രീ ആരും കാണാതെ ആരുമായും ബന്ധപ്പെടാതെ വെള്ളം കോരി മടങ്ങാൻ രഹസ്യമായി വന്നവളാണ്. തൻ്റെ കഴിഞ്ഞ കാലം പാപം കൊണ്ട് പെരുകിയ അത്ര നല്ലതല്ലാത്ത കാലം ജീവിതത്തിൽ പേറുന്ന ഒരാളാണ് ശമരിയ സ്ത്രീ. ജാതിയും ജീവിതവും ഒക്കെ ഭ്രഷ്ട് കൽപ്പിച്ചവൾ, ജനസംസർഗത്തെ ഭയന്നവൾ, ഒളിക്കാനും മറയ്ക്കാനുമൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ് ഈ ശമരിയ സ്ത്രീ. തൻ്റെ കളങ്കം പറ്റിയ കഴിഞ്ഞകാല ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ക്രിസ്തു ശമരിയ സ്ത്രീയുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശു കഴിഞ്ഞ കാലത്തിൻ്റെ പേരിൽ, ചെയ്തു കൂട്ടിയ കളങ്കങ്ങളുടെ പേരിൽ, വഴിപിഴച്ച ജീവിതത്തിൻ്റെ പേരിൽ ഈ ശമരിയ സ്ത്രീയെ യേശു കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ചെയ്യുന്നില്ല. പകരം സ്വയം വിമർശിക്കാൻ, ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ സ്വന്തത്തെ കാണാൻ, സ്വന്തം കുറവുകളെ തിരിച്ചറിയാൻ, സ്വന്തം പിഴവുകൾ പരിഹരിക്കപ്പെടാൻ യേശു ഈ സ്ത്രീയെ സഹായിക്കുകയാണ്. സ്വന്തം മനസാക്ഷിയുടെ മുൻപിൽ, ദൈവത്തിൻ്റെ മുൻപിൽ സ്വന്തം ജീവിതം വിലയിരുത്താൻ യേശു ശമരിയ സ്ത്രീയെ സഹായിക്കുകയാണ്. വ്യക്തമായൊരു ആത്മശോധനയ്ക്ക് യേശു അവളെ ക്ഷണിക്കുകയാണ്. ആരാധന എന്നാൽ സ്വയം വിലയിരുത്തലിൻ്റെ, സ്വയം വിശകലനത്തിൻ്റെ, സ്വയം വിമർശനത്തിൻ്റെ അനുഭവമാണ് എന്നതാണ് ഇന്ന് നൽകുന്ന 1-ാം പാഠം. ഇത് പഴയ നിയമപാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ശുദ്ധിയില്ലാത്ത എൻ്റെ ജീവിതവും, ശുദ്ധിയില്ലാത്ത എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും അയ്യോ ഭാവത്തോടെ ഏറ്റുപറഞ്ഞ് നിലവിളിക്കുന്ന യെശയ്യാവ് സ്വയം വിമർശിക്കപ്പെടേണ്ട അനുഭവമാണ് ആരാധന. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ 2 മനുഷ്യർ, ഒരു പരീശനും ഒരു ചുങ്കക്കാരനും ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പരീശന്റെ പ്രാർത്ഥന സ്വയനീതീകരണത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. തന്നെത്താൻ ഉയർത്തിയ പ്രാർത്ഥന, അവകാശവാദത്തിന്റെ പ്രാർത്ഥന, സ്വന്തം പുകഴ്ചയുടെ പ്രാർത്ഥന. എന്നാൽ വാക്യം 13-ൽ നാം എത്തുമ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിക്കുകയാണ്. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങി. ആരാധനയുടെ അർത്ഥം നിശ്ചയിക്കുന്ന അളവുകോലാണ് സ്വയം വിമർശനം. നമ്മളൊക്കെ ആരാധനാ ജീവിതവും ആലയ പരിസരങ്ങളുമൊക്കെ മറ്റുള്ളവരെ വിമർശിക്കുന്ന, മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തുന്ന, മറ്റുള്ളവരെ പഴിചാരുന്ന, മറ്റുള്ളവരെ പരിഹസിക്കുന്ന ഇടങ്ങളായിട്ടൊക്കെ നാം ചുരുക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന 1-ാം പാഠം സ്വയത്തിലേക്ക് നോക്കുക, സ്വന്തം കുറവുകളിലേക്ക് സ്വയം വിമർശിച്ച്
സ്വയം വിശകലനം ചെയ്ത് സ്വയം വിലയിരുത്തി, ദൈവമേ, എൻ്റെ പിഴവുകളെ, എൻ്റെ അപരാധങ്ങളെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയവ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നിടത്താണ് ആരാധനയുടെ മഹത്വം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. സ്വയം വിമർശിക്കുക. ഈ കഴിഞ്ഞ ആഴ്ച മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാമിന് വന്നു. അദ്ദേഹത്തോട് ചില നേരം സംസാരിക്കുന്നതിന് ഇടയായി. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. മുഹമ്മദ് അബ്ബാസ് 8ാം ക്ലാസ് വരെ തമിഴ്നാട്ടിൽ പഠിച്ചു. 8ാം ക്ലാസ്സിന് ശേഷം ജീവിതവൃത്തി തേടി നാട് വിട്ട് ലോറിയിൽ കയറി കേരളത്തിലെ മലപ്പുറത്തെത്തി കണ്ട പുസ്തകങ്ങളൊക്കെ ഉത്സാഹത്തോടെ വായിച്ചു. വായനയെ ഒരു ലഹരിയാക്കി. ഒരു സാധാരണ പെയിന്റ് പണിക്കാരനായിട്ടാണ് ജീവിതം തുടർന്നത്. ഒരു പെയിന്റ് പണിക്കാരൻ്റെ ലോകസഞ്ചാരങ്ങൾ എന്നൊരു പുസ്തകം രചിച്ചു. തുടർന്ന് 3-4 പുസ്തകങ്ങൾ, എല്ലാം ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് വെറും മനുഷ്യർ. ആ പുസ്തകത്തെക്കുറിച്ചൊരു അവതരണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: എൻ്റെ ഈ എഴുത്ത് നിങ്ങളെ ഒരിക്കലും രസിപ്പിക്കുകയില്ല. വ്യാകരണ പിഴവുകളുള്ള ചിന്തകളെ സ്വയം പഠിച്ച ഭാഷയിലേക്ക് പകർത്തുമ്പോൾ പലതും ചോർന്നു പോയെന്ന് വരാം. ദയവായി നിങ്ങളിതിൽ സാഹിത്യ ഭംഗി പ്രതീക്ഷിക്കരുത്, തിരയരുത്. ആഖ്യാന രീതിയെ പരിഹസിക്കരുത്. ഒരു കണ്ണാടി പിടിക്കുന്ന കണക്കെ സ്വയത്തെ വിമർശിച്ച് സ്വന്തം പരിമിതികളെ ഉണർന്ന് സ്വന്തം കഴിവുകേടുകളെ യാതൊരു ലജ്ജയുമില്ലാതെ വെളിപ്പെടുത്തുന്ന മുഹമ്മദ് അബ്ബാസ്. ആരാധന സ്വയം വിമർശനത്തിൻ്റെ അനുഭവമായി നമുക്ക് മാറണം. വർഷിപ്പ്, ക്രിട്ടിസൈസ് അവർ സെൽഫ്. 2, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ ആരാധനയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഒരു പാഠം ആരാധന എന്നാൽ നിരന്തരം നവീകരിക്കപ്പെടേണ്ട അനുഭവം എന്നാണ്. വർഷിപ്പ് റിന്യൂസ് അസ് കോൺസ്റ്റന്റ്ലി. നിരന്തരം നവീകരിക്കപ്പെടേണ്ട അനുഭവമാണ് ആരാധന. ഈ ഇടയ്ക്ക് പരിചിതമായൊരു ഇംഗ്ലീഷ് പദമാണ് അൺലേൺ. അധികം നമ്മൾ ഉപയോഗിക്കാത്ത, അധികം കേട്ടിട്ടില്ലാത്തൊരു പദമാണ് അൺലേൺ. അൺലേൺ എന്ന പദത്തിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ബോധ്യങ്ങളും അറിവുകളും ഉപേക്ഷിച്ച് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുക. അതാണ് ആരാധന അനുഭവം. ആരാധനയിൽ ഒരു നവീകരണം സാധ്യമാകണം. നമ്മെ പുറകോട്ട് വലിക്കുന്ന, നമ്മെ തളർത്തിക്കളയുന്ന, മുരടിപ്പിലേക്ക് നയിക്കുന്ന അനാവശ്യമായ അറിവുകളും ആചാരങ്ങളും ശീലങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം. അറിവ് നേടുക എന്നത് എളുപ്പമാണ്. എന്നാൽ നേടിയ, ശീലിച്ച അറിവ് ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ജീവിതത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് ആരാധന. എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണ്, അതിൻ്റെ നിശ്ചിത സമയത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് കുറേ കൂടി ഭംഗിയായും സമയബന്ധിതമായും നമ്മൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലിരിക്കുന്ന TV, നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓലയിട്ട വീടുകളൊക്കെ ഷീറ്റായി മാറി, ഷീറ്റ് പിന്നെ ടെറസ് കെട്ടിടങ്ങളായി മാറി, പഴയ ടൈൽസ് മാറ്റി പുതിയ ടൈൽസാക്കി, പഴയ വീടുകൾ പുതിയ ഡിസൈനുകളിലോട്ട് മാറി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ആരാധന അനുഭവങ്ങളെ എന്തുകൊണ്ട് പഴയ, മുരടിച്ചുപോയ, മരവിച്ചുപോയ അനുഭവങ്ങളിൽ നാം ഇന്നും കുടുങ്ങിക്കിടക്കുന്നു? പഴയ രീതികൾ പുതിയ രീതികൾക്ക് വഴിമാറണം. അൺലേണിംഗ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ലേണിംഗ്. പഴക്കം കൊണ്ട് ഉറങ്ങിപ്പോയ അറിവുകൾ ഉപേക്ഷിച്ച് പുതിയ അറിവുകളിലൂടെ നവീകരിക്കപ്പെടണം. ശമരിയാസ്ത്രീയോട് പറയുന്നതും ക്രിസ്തു തിരുത്തുന്നതും അതാണ്. കുപ്പത്തൊട്ടിയിൽ എറിയേണ്ട ചില അറിവുകൾ നമ്മുടെ തലച്ചോറിൽ മാലിന്യം പോലെ കെട്ടിക്കിടപ്പുണ്ട്. യേശുവിന് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ജീസസ് മാസ്റ്റർ ഓഫ് അൺലേണിംഗ് എന്ന് വിളിക്കാം. വിശ്വാസ ജീവിതത്തെക്കുറിച്ചുള്ള പഴയ അറിവുകൾ ക്രിസ്തു ഒന്നൊന്നായിട്ട് തിരുത്തുകയാണ് തൻ്റെ സുവിശേഷ യാത്രയിൽ. ചില ഉദാഹരണങ്ങൾ പറയാം. യേശു മലയിലെ പ്രസംഗത്തിൽ പറയുകയാണ്, കണ്ണിന് പകരം കണ്ണ് എന്ന പഴയകാല നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ വലത് കരണത്ത് അടിക്കുന്നവന് ഇടതുകൂടി കാണിച്ചു കൊടുക്കുക. ശത്രുവിനെ ദ്വേഷിക്കുക എന്നൊരു പഴയകാല പല്ലവിയുണ്ട്. എന്നാൽ യേശു പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഇതാണ് അൺലേൺ, നവീകരണം എന്ന് പറയുന്നത്. ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുക. അവിടെയാണ് ആരാധന അർത്ഥമുണ്ടാകുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ ഒരാളെ നോക്കുമ്പോൾ നിങ്ങൾ വ്യഭിചാരം ചെയ്യുന്നു. ദേവാലയം ശുദ്ധീകരിക്കുമ്പോൾ യേശു ശുദ്ധീകരിക്കുന്നത് ദൈവാലയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും കച്ചവട മനോഭാവവും ആചാരങ്ങളും ഒക്കെയാണ്. യാഗത്തിലല്ല, കരുണയിലത്രേ ദൈവപ്രസാദം ലഭിക്കുന്നതെന്ന് യേശു തിരുത്തി നമ്മെ പഠിപ്പിക്കും. മശിഹയെക്കുറിച്ച് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന സകല കാര്യങ്ങളും യേശു മാറ്റിമറിക്കുകയാണ്.
ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഗുരു എന്ന പദവിയെ ക്രിസ്തു പരിവർത്തനം ചെയ്യുകയാണ്. തെറ്റായ അറിവുകളിൽ നിന്ന് നമ്മെ നിരന്തരം തിരുത്തുകയും പഴകിയ പാരമ്പര്യങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്യുന്ന നാഥനാണ് ക്രിസ്തു. ശമരിയാസ്ത്രീ തൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരുപാട് മാമൂലുകളെക്കുറിച്ച്, ഒരുപാട് പഴയ പാരമ്പര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവയിൽ നിന്ന് മോചനം നൽകുകയാണ് ക്രിസ്തു ഏറ്റെടുത്ത ദൗത്യം. ശബത്തിനെ കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച്, ദാനധർമ്മത്തെക്കുറിച്ച്, സ്നേഹമെന്ന പുതിയ കൽപ്പനയെക്കുറിച്ച്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുത്തേണ്ട സമഗ്രമായ വിഷയങ്ങളെക്കുറിച്ച് 3 വർഷം കൊണ്ട് ക്രിസ്തു പങ്കിടണമെങ്കിൽ ക്രിസ്തു അത്രമേൽ പുരോഗമനപരമായി, നവീകരണപരമായി ചിന്തിച്ചിരിക്കണം. എന്നിട്ടും നമ്മൾ എന്നും എത്രയോ മനുഷ്യരാണ് പഴയ അറിവുകൾ ഉപേക്ഷിക്കാതെ, നവീകരിക്കപ്പെടാതെ പഴയകാല ആശയങ്ങളിലും ആചാരങ്ങളിലും ചിന്തകളിലുമൊക്കെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. ജഗദീഷ് വാസുദേവ് സദ്ഗുരു അദ്ദേഹം യേശുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതാണ് യേശുവിനെ കുറിച്ച്, യേശു ഒരു നല്ല മനുഷ്യനല്ല, നിലവിലുള്ള ആശയങ്ങളെ, ആചാരങ്ങളെ ശല്യപ്പെടുത്തുന്നവൻ, ഇളക്കിമറിക്കുന്നവൻ, സമൂഹത്തെ സംബന്ധിച്ച് ഒരു നല്ല മനുഷ്യനല്ല. മുരടിച്ച ആശയങ്ങളും ആചാരങ്ങളും നവീകരിക്കാൻ ശ്രമിച്ചവരൊക്കെ എതിർക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കും. നൂറ്റാണ്ടുകളുടെ ചരിത്രം അതിന് സാക്ഷിയാണ്. അറിവ് ഉപേക്ഷയുടെ നവീകരണത്തിന്റെ ഗുരു ഇന്നും തോരാതെ നമ്മോട് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശമരിയാസ്ത്രീയുടെ അറിവുകൾ? ശമരിയാസ്ത്രീയെ ബോധ്യപ്പെട്ടിരിക്കുന്ന, അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു യഹൂദന് ശമരിയാസ്ത്രീയിൽ നിന്ന് വെള്ളം വാങ്ങിക്കുടിക്കാൻ പാടില്ല. പിതാവായ യാക്കോബാണ് വലിയവൻ. നമസ്കരിക്കുന്ന സ്ഥലം യെരുസലേമാണ്. യാഗമർപ്പിക്കേണ്ട ഇടം ഗെരുസീം മലയാണ്. ഇങ്ങനെ ശമരിയാസ്ത്രീ കൊണ്ടു നടന്ന ചില ബോധ്യങ്ങളുണ്ട്. ശമരിയാസ്ത്രീ അവകാശപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ പിതാവായ യാക്കോബിന്റെ കിണറാണ്. അങ്ങനെയാണ് ഈ 4-ാം അധ്യായം ആരംഭിക്കുന്നത്. യാക്കോബിന്റെ കിണറിനെ കുറിച്ച് ഇങ്ങനെ ഉയർത്തി പറയാൻ ആരംഭിക്കുന്നത്. ആഴമുള്ള കിണർ, വളരെ പാരമ്പര്യമുള്ള പുരാതനമായ കിണർ, പുണ്യ പിതാക്കന്മാരുടെ പശ്ചാത്തലമുള്ള കിണർ. ഇത് നമ്മുടെ ഒരു ദുര്യോഗമാണ്. ലോകത്തുള്ള സഭകളും വിശ്വാസ കുടുംബങ്ങളുമൊക്കെ അവകാശപ്പെടുന്നത് ഇത്തരത്തിലാണ്. ഞങ്ങളുടേത് പൂർവ്വ മാതാപിതാക്കളുടെ പാരമ്പര്യമാണ്, യാക്കോബിന്റെ കിണർ പോലെ ഞങ്ങളുടേത് വളരെ ആഴവും പഴക്കവുമൊക്കെയുള്ള സഭയാണ്, പള്ളിയാണ് എന്നൊക്കെ ശമരിയാസ്ത്രീ പങ്കിടുമ്പോൾ യേശു ഇത്തരം ബോധ്യങ്ങളെ പൊളിച്ചെഴുതുകയാണ്. പൂർവ്വ പിതാവായ യാക്കോബിന്റെ കിണറാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിഹാരം ലഭിക്കാൻ പോകുന്നില്ല, ദാഹം ശമിക്കാൻ പോകുന്നില്ല. കിണർ വറ്റുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, കിണറിനപ്പുറം അതിൻ്റെ ഉറവയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കണം. പുറമേയുള്ള കിണറിനേക്കാൾ ഉള്ളിലെ ഉറവ കണ്ടെത്താൻ നീ ദൈവത്തിൽ ശരണപ്പെടുമോ? അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം, വെള്ളം കോരാൻ വന്ന സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് യേശുവിനെ ഘോഷിച്ചു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ യാക്കോബിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടതാണ്, പഴക്കം ചെന്ന കുടുംബമാണ്. യാക്കോബിന്റെ കിണർ നമ്മുടെ രക്ഷയ്ക്കെത്തുകയില്ല. കിണറിനപ്പുറത്തേക്ക് ഉറവ കണ്ടെത്തുന്നതാണ് ആരാധന. നമ്മുടെ പുറമോടികളും പുറമേനികളും പൊങ്ങച്ചങ്ങളും അധികകാലം നമ്മെ രക്ഷിക്കാൻ പോകുന്നില്ല. ക്രിസ്തു എന്ന ജീവജലത്തിന്റെ ഉറവിലേക്ക്, ഉള്ളിലേക്ക് ഹൃദയംഗമായി നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കുമോ? യാക്കോബിന്റെ കിണർ മൃതപ്രായമായ മതഘടനയാണ് ഓർമ്മിപ്പിക്കുന്നത്, ജീവചൈതന്യമില്ലാത്ത സമ്പ്രദായങ്ങൾ. യേശു പറയുന്നു, സ്ഥലകാല പരിമിതികളെ അതിലംഘിക്കുന്നതാണ് ആരാധന. സർവ്വവ്യാപിയായ ദൈവം, ആ ദൈവത്തെ എല്ലായിടത്തും നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവം കുടികൊള്ളുന്ന ദേവാലയം എന്ന സങ്കല്പത്തെ യേശു പൊളിച്ച് എഴുതുകയാണ്. അങ്ങനെയാണ് 2-ാം പാഠം നാം അവസാനിപ്പിക്കുന്നത്. യേശു ജീവിതത്തെ, തൻ്റെ ആരാധന അനുഭവത്തെ ഇങ്ങനെ നമ്മോട് വിശദീകരിക്കും. നിരന്തരം നവീകരിക്കപ്പെടേണ്ടതാണ് ആരാധന. റിന്യൂസ് അസ് കോൺസ്റ്റന്റ്ലി. 3, വർഷിപ്പ് വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട അനുഭവമാണ്. എൻഹാൻസ് അവർ ഫെയ്ത്ത്. വർഷിപ്പ് എൻഹാൻസ് അവർ ഫെയ്ത്ത്. ശമരിയാസ്ത്രീയുടെ വിശ്വാസം ഇങ്ങനെ വികാസം പ്രാപിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മതയോടെ ഇന്ന് വായിച്ച സുവിശേഷം ശ്രദ്ധിച്ചാൽ യേശുവിനെ കണ്ട മാത്രയിൽ ശമരിയാസ്ത്രീ വിളിക്കുന്നത് നീ യഹൂദൻ എന്നാണ്. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യം, നീ യഹൂദൻ. 11-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ പിന്നെ വിളിക്കുന്നത് യജമാനനെ എന്നാണ്. 19-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ ശമരിയാസ്ത്രീ യേശുവിനെ വിളിക്കുന്നത് നീ പ്രവാചകൻ എന്നാണ്. 25-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ശമരിയാസ്ത്രീ യേശുവിനെ വിളിക്കുന്നത് മശിഹായെ എന്നാണ്. അതേ വാക്യത്തിൽ തന്നെ കുറെ കൂടി ആഴത്തിൽ ക്രിസ്തു എന്നും ശമരിയാസ്ത്രീ വിളിക്കുന്നുണ്ട്. ഈ ഏതാനും ചില വാക്യങ്ങൾക്കിടയിൽ 5 പേരുകൾ യേശുവിന് നൽകുകയാണ്. നീ യഹൂദൻ,
കുറെ കൂടി വിശ്വാസം ആഴപ്പെടുമ്പോൾ യജമാനൻ, കുറെ കൂടി വിശ്വാസം വർദ്ധിക്കുമ്പോൾ നീ പ്രവാചകൻ, കുറെ കൂടി വിശ്വാസം വളരുമ്പോൾ നീ മശിഹ, കുറെ കൂടി ആഴപ്പെടുമ്പോൾ എൻ്റെ മുൻപിൽ നിന്ന ഈ സാധാരണ യഹൂദൻ, ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവായ ക്രിസ്തു എന്ന വിശ്വാസത്തിലേക്ക് ആ വിശ്വാസം വികാസം പ്രാപിക്കുകയാണ്. ശമരിയ സ്ത്രീയുടെ വികാസം സംഭവിക്കുമ്പോൾ യേശു സ്വയം വെളിപ്പെടുത്തി, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ, നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് ലോക രക്ഷകൻ. ഐ ആം ദ മെസ്സയ, ദ വൺ ഹൂ ഈസ് സ്പീക്കിംഗ് ടു യു. 11 വർഷങ്ങളുടെ ദീപ്തമായ സ്മരണകൾ അഭിമന്യ യേശുദാസൻ തിരുമേനി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. 11 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വിശ്വാസത്തെ വർദ്ധിപ്പിച്ച, വിശ്വാസത്തെ വികസിപ്പിച്ച, വിശ്വാസത്തെ സാഹോദര്യം കൊണ്ട് ഒരു മതത്തിൻ്റെ പീഠത്തിലിരുന്നു കൊണ്ട് സഹോദര മതങ്ങളെയും സഹോദര വിശ്വാസങ്ങളെയും അവരിലേക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്ന വിശ്വാസത്തെ വികസിപ്പിച്ചൊരു അമൂല്യ അതുല്യ പകരക്കാരനില്ലാത്ത വ്യക്തിത്വമാണ് അഭിമന്യ യേശുദാസൻ തിരുമേനി. വിശ്വാസം വികസിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നിടത്ത് ദൈവത്തിന് വെളിപ്പെടാതിരിക്കാൻ കഴിയില്ല. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് നാം ഉയരണം. അവിടെയാണ് ക്രിസ്തു എൻ്റെ ദൈവം എന്ന് അനുഭവിച്ചറിഞ്ഞ് ആരാധിക്കാൻ കഴിയുക. സൈക്കിൾ എന്ന പേരിൽ ആന്റണി ഡിമെല്ലോയുടെ ഒരു കഥയുണ്ട്, ഒരു ചെറിയൊരു കഥ. സൈക്കിൾ എന്നാണ് പേര്. ഒരാൾ തൻ്റെ പുതിയ സൈക്കിൾ വാങ്ങി, ആ പുതിയ സൈക്കിൾ വാങ്ങി ചന്തയിൽ പോയി, ചന്തയിൽ ചെന്ന് ഒരിടത്ത് ഈ പുതിയ സൈക്കിൾ വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോയി. സാധനങ്ങളൊക്കെ വാങ്ങി പഴയതുപോലെ അദ്ദേഹം തിരികെ വീട്ടിൽ പോയി. സൈക്കിൾ കൊണ്ടുപോയ കാര്യം മറന്നുപോയി. പിറ്റേ ദിവസമാണ് ഓർത്തത്, അയ്യോ സൈക്കിൾ മോഷണം പോയി കാണും എന്ന് ചിന്തിച്ച് അയാൾ ചന്തയിൽ ചെന്ന് നോക്കിയപ്പോൾ സൈക്കിൾ വച്ചെടുത്ത് തന്നെ ഇരിക്കുന്നു. ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്ന് തൻ്റെ സൈക്കിൾ കാത്തു സൂക്ഷിച്ചതിന് ദൈവത്തിന് നന്ദി പറയാൻ തൊട്ടടുത്തുള്ള ദൈവാലയത്തിലേക്ക് അദ്ദേഹം പോകുന്നു. അതാണ് കഥ. സൈക്കിള് നഷ്ടപ്പെടാതെ പോയത് കൊണ്ടുള്ള സന്തോഷം പ്രകടിപ്പിക്കാൻ ആലയത്തിൽ ചെന്നു ദൈവത്തിന് നന്ദി പറയാൻ. നന്ദിയൊക്കെ പറഞ്ഞ് ദൈവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സൈക്കിൾ മോഷണം പോയിരിക്കുന്നതായി കണ്ടു. സൈക്കിൾ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ആരാധനാ ജീവിതവും ആരാധനാ ആലയങ്ങളും സ്വയം വിമർശനത്തിൻ്റെ, നിരന്തര നവീകരണത്തിൻ്റെ, വിശ്വാസ വികാസത്തിൻ്റെ പാതയിലാണോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമിൻ, അവനൊരു പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ? ആമേൻ.